നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. ഡാർട്ട്ഫോർഡ് തുറോക്ക് പാലം മെയിൻ്റനൻസ് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. A282 എന്നു അറിയപ്പെടുന്ന ഡാർട്ട്ഫോർഡ് ക്രോസിംഗ് യൂറോപ്പിലെ ഏറ്റവും തിരക്കേറിയ മോട്ടോർ വേകളിലൊന്നായ M25 ലണ്ടൻ ഓർബിറ്റൽ മോട്ടോർ വേയുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്നു. പ്രതിവർഷം 50 ദശലക്ഷത്തിലധികം വാഹനങ്ങൾ വഹിക്കുന്ന ഡാർട്ട്ഫോർഡ് ക്രോസിംഗ് ഒരു ദിവസം 1,35,000 വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ശരാശരി 1,50,000 ഏറ്റവും തിരക്കേറിയ ദിവസങ്ങളിൽ 1,80,000 വാഹനങ്ങൾ വരെ ഇത് ഉപയോഗിക്കുന്നു. ഡാർട്ട്ഫോർഡ് ക്രോസിംഗിൽ സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാൻ വിപുലമായ മെയിൻ്റനൻസ് പുരോഗമിക്കുകയാണ്. രാത്രി 10 മുതൽ 6 വരെയാണ് മെയിൻ്റനൻസ് നടത്തുന്നത്. വരാനിരിക്കുന്ന അടച്ചിടലുകളിൽ ഓഗസ്റ്റ് 16 മുതൽ 17 ക്വീൻ എലിസബത്ത് II പാലം ഉൾപ്പെടുന്നു. സൗത്ത് ബൗണ്ട് യാത്ര നിലനിർത്തുന്നതിനായി ശനിയാഴ്ച രാത്രി 9:30 മുതൽ ഡാർട്ട്ഫോർഡ് ഈസ്റ്റ് ടണലിലൂടെ ഒരു കോൺട്രാഫ്ലോ ഡൈവേർഷൻ റൂട്ട് സ്ഥാപിക്കും. നോർത്ത് ബൗണ്ട് യാത്രയ്ക്കായി ഡാർട്ട്ഫോർഡ് വെസ്റ്റ് ടണൽ രാത്രി മുഴുവൻ തുറന്നിടും. 4.8 മീറ്റർ കൂടുതൽ ഉയരമുള്ള വാഹനങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ബാധകമാണ്. ഓഗസ്റ്റ് 26 മുതൽ 4 രാത്രികളിൽ ഈസ്റ്റ് ടണൽ ജെറ്റ് ഫാൻ മെയിൻ്റനൻസിനായി അടയ്ക്കും. ഓഗസ്റ്റ് 22 മുതൽ 25 വരെ ബാങ്ക് ഹോളിഡേയിൽ ജോലികൾ നടക്കില്ല. ഏറ്റവും പുതിയ വിവരങ്ങൾക്ക് ഡെയിലി ക്ലോഷർ പേജ് അല്ലെങ്കിൽ ട്രാഫിക് ഇംഗ്ലണ്ട് പരിശോധിക്കുക. അയർലൻഡിൽ മലയാളി യുവാവിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പത്തനംതിട്ട തിരുവല്ല വള്ളംകുളം സ്വദേശി അനീഷ് TP അയർലൻഡിലെ സ്ലൈഗോയിൽ താമസ സ്ഥലത്തിന് പിന്നിലുള്ള ഷെഡിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ക്ലൂണൻ മഹോൺ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി സെന്ററിൽ കെയററായി ജോലി ചെയ്തിരുന്ന അനീഷിനെ വൈകിട്ട് 6 മണിയോടെയാണ് കണ്ടെത്തിയത്. ഗാർഡയും ആംബുലൻസ് സർവീസും സ്ഥലത്തെത്തി മരണം സ്ഥിരീകരിച്ചു. 2016 അയർലൻഡിലെത്തിയ അനീഷ് വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്തിരുന്നു. കുറച്ചു വർഷങ്ങളായി കുടുംബവുമായി അകന്നു കഴിയുകയായിരുന്നുവെന്നാണ് പ്രാഥമിക വിവരം. മൃതദേഹം സ്ലൈഗോ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിരിക്കുന്നു. മരണകാരണം അന്വേഷിക്കാൻ ഗാർഡ് പരിശോധന നടത്തുന്നു. യുക്മ ഫസ്കോൾ കേരളപൂരം വള്ളംകളി ഓഗസ്റ്റ് 30 ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. 7ാമത് യുക്മ ഫസ്കോൾ കേരളപൂരം വള്ളംകളി ഓഗസ്റ്റ് 30 റോദർഹാമിലെ മാൻവേഴ്സ് തടാകത്തിൽ നടക്കും. ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. വള്ളംകളിക്കൊപ്പം തെയ്യം, പുലികളി, UK മലയാളി കലാകാരന്മാരുടെ നൃത്ത സംഗീത പരിപാടികൾ എന്നിവ അരങ്ങേറും. തിരുവാതിര ഫ്യൂഷൻ ഫ്ലെയിംസിൽ UK വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 100 മലയാളി വനിതകൾ പങ്കെടുക്കും. താൽപ്പര്യമുള്ളവർ യുക്മ ദേശീയ വൈസ് പ്രസിഡന്റ് സ്മിത തോട്ടം അല്ലെങ്കിൽ ജോയിന്റ് സെക്രട്ടറി റെയ്മോൾ നിതീരി എന്നിവരുമായി ബന്ധപ്പെടാം. ലൈവ് സ്റ്റേജ് പരിപാടികളുടെ ചുമതല മനോജ് കുമാർ പിള്ള, അമ്പിളി സെബാസ്റ്റ്യൻ എന്നിവർക്കാണ്. ഗർഭസ്ഥ ശിശു മരിച്ച കേസിൽ ഡ്രൈവർ ജയിലിൽ. ലങ്കാഷെയറിലെ ബാമ്പർ ബ്രിഡ്ജിൽ മലയാളിയായ ഗർഭിണി രഞ്ജു ജോസഫിന്റെ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ ആഷിർ ഷാഹിദിന് 13 വർഷം തടവ് ശിക്ഷ കോടതി വിധിച്ചു. 30 മൈൽ വേഗപരിധിയുള്ള സോണിൽ 58 മുതൽ 71 വരെ മൈൽ വേഗത്തിൽ ടയോട്ട പ്രിയസ് ഓടിച്ച ഷാഹിദ് സീബ്ര ക്രോസിംഗിൽ 5 മാസം ഗർഭിണിയായ രഞ്ജുവിനെ ഇടിക്കുകയും എമർജൻസി C-സെക്ഷൻ നടത്തുകയും കുഞ്ഞു മരിക്കുകയും ചെയ്തിരുന്നു. ഷാഹിദിന്റെ സഹോദരൻ സാമിനെ കുറ്റവാളിയെ സഹായിച്ചതിന് 3 വർഷം ശിക്ഷിച്ചു. അപകടത്തിനു മുമ്പ് സഹോദരന്മാർ അശ്രദ്ധമായി വാഹനമോടിക്കുന്നതിൻ്റെയും ചിരിക്കുന്നതിൻ്റെയും വീഡിയോകൾ കോടതി കണ്ടു. അപകടത്തിന് ശേഷം കാറ് ഫാർമാർട്ടിലേക്ക് മാറ്റുകയും ഉപേക്ഷിക്കുകയും ചെയ്തു. ഹിറ്റ് ആൻഡ് റൺ കുറ്റങ്ങൾക്കുള്ള ശിക്ഷകൾ അറിയുന്നതിനായി ഷാഹിദ് ഓൺലൈനിൽ തിരഞ്ഞിരുന്നു. 15 വർഷത്തിലേറെ വാഹനമോടിക്കുന്നതിൽ നിന്ന് വിലക്ക് ലഭിച്ചിട്ടുണ്ട്. പുതിയ കുടിയേറ്റ നിയമങ്ങൾ വിദഗ്ധ തൊഴിലാളി വിസ റെസിഡൻസി കാലാവധി ഇരട്ടിപ്പിക്കുന്നത് MPമാർ ചർച്ച ചെയ്യും. വിദഗ്ധ തൊഴിലാളി വിസക്കാർക്ക് ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിന് ആവശ്യമായ താമസ കാലാവധി 5 വർഷത്തിൽ നിന്ന് 10 വർഷമാക്കാനുള്ള ഹോം ഓഫീസ് പദ്ധതിക്കെതിരെ 2,50,000-ലധികം ആളുകൾ ഒപ്പിട്ടു. മേയിലെ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിന്റെ ഭാഗമായി ഈ മാറ്റം കുടിയേറ്റം കുറയ്ക്കാൻ ലക്ഷ്യമിടുന്നു. ILR കുടിയേറ്റക്കാർക്ക് ബ്രിട്ടീഷ് പൗരന്മാരുടെ അവകാശങ്ങൾ നൽകുന്നു. ഹോങ്കോങ് വാച്ചിന്റെ ബെനഡിക്ട് റോജേഴ്സ് ഉൾപ്പെടെയുള്ളവർ ഇത് ബ്രിട്ടീഷ് നാഷണൽ ഓവർസീസ് പദവിയുള്ള ഹോങ്കോങ് നിവാസികൾക്ക് പ്രതികൂലമാണെന്ന് വാദിക്കുന്നു. സെപ്റ്റംബർ 8 MPമാർ ഇത് ചർച്ച ചെയ്യും. മറ്റ് പരിഷ്കാരങ്ങളിൽ വിസ കാലാവധി കഴിഞ്ഞ് താമസിക്കുന്നവരുടെ നാടുകടത്തൽ, ഗ്രാജുവേറ്റ് വിസ കാലാവധി കുറയ്ക്കൽ, 2028 വിദേശത്തു നിന്നുള്ള കെയർ വർക്കർ റിക്രൂട്ട്മെന്റ് അവസാനിപ്പിക്കൽ എന്നിവ ഉൾപ്പെടുന്നു. പുതിയ ശമ്പള ഓഫറിനെ ചൊല്ലിയുള്ള ഗ്യാറ്റ്വിക്കിലെ പണിമുടക്കുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു. ഗ്യാറ്റ്വിക്ക് വിമാനത്താവളത്തിലെ ബാഗേജ് സ്ക്രീനർമാരുടെ ഓഗസ്റ്റ് 22 മുതൽ 26 സമരം ICTS മെച്ചപ്പെട്ട ശമ്പള ഓഫർ നൽകിയതിനെ തുടർന്ന് നിർത്തിവെച്ചു. യൂണിയൻ അംഗങ്ങളെ ഓഫർ സ്വീകരിക്കുന്നതിനായി വോട്ടിന് വിധേയമാക്കും.
നിരസിച്ചാൽ ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 2 വരെ സമരം നടക്കാം. ഗാറ്റ്വിക്കിലെ ഏറ്റവും കുറഞ്ഞ ശമ്പളം വാങ്ങുന്നവരാണ് സ്ക്രീനർമാർ എന്ന് യൂണിയൻ അവകാശപ്പെടുന്നു. അവർക്ക് മിനിമം വേതനത്തിന് മുകളിൽ മാത്രമാണ് ലഭിക്കുന്നത്. എല്ലാ വിമാനങ്ങളെയും സമരം ബാധിക്കുമെന്ന് യൂണിയൻ മുന്നറിയിപ്പ് നൽകിയെങ്കിലും ഗാറ്റ്വിക്ക് ഇത് നിഷേധിച്ചു. സാധാരണ വേനൽക്കാല ഷെഡ്യൂൾ പ്രതീക്ഷിക്കുന്നു. ICTS ഈ വിഷയവുമായി പ്രതികരിച്ചിട്ടില്ല. സെപ്റ്റംബറിൽ നമ്പർ പ്ലേറ്റ് നിയമമാറ്റം. ഡ്രൈവർമാർക്ക് 1000 പൗണ്ട് പിഴ മുന്നറിയിപ്പ്. സെപ്റ്റംബർ 1 മുതൽ DVLA നിയമങ്ങൾ 75 നമ്പർ പ്ലേറ്റ് അവതരിപ്പിക്കും. ഇത് പാലിക്കാത്ത ഡ്രൈവർമാർക്ക് 1000 പൗണ്ട് പിഴ ചുമത്താം. നമ്പർ പ്ലേറ്റുകൾ റിഫ്ലക്ടറുള്ളവയായിരിക്കണം. പാറ്റേണുകൾ പാടില്ല. ചാൾസ് റൈറ്റ് ഫോണ്ട് ഉപയോഗിക്കണം. ഉയർന്ന സംഖ്യകളുള്ള ഗോസ്റ്റ് പ്ലേറ്റുകൾ നിരോധിച്ചിരിക്കുന്നു. AU75, WTZ, FA75, GUT പോലുള്ള അനുചിതമായ കോമ്പിനേഷനുകൾ DVLA നിരോധിച്ചിരിക്കുന്നു. പ്ലേറ്റുകളിൽ വിതരണക്കാരൻ്റെ പേരും 2021 മുതൽ BS-AU 145E കാണിക്കണം. നിയമം ലംഘിക്കുന്നത് MOT പരാജയത്തിനോ പോലീസ് പിടിച്ചെടുക്കലിനോ കാരണമാകാം. DVLA വ്യക്തിഗത പ്ലേറ്റുകൾ 200 പൗണ്ട് മുതൽ ലേലം ചെയ്യുന്നുണ്ട്. ബ്രിട്ടനിലെ തൊഴിലാളികൾ ഇന്ത്യയെക്കാളും ഫിലിപ്പീൻസിനേക്കാളും അസന്തുഷ്ടർ. 70,000 ജീവനക്കാരിൽ നടത്തിയ വർക്ക് എൽ സർവേ പ്രകാരം ഇന്ത്യ, ഫിലിപ്പീൻസ്, US, ദക്ഷിണാഫ്രിക്ക, കെനിയ, UAE എന്നിവിടങ്ങളിലെ തൊഴിലാളികളെ അപേക്ഷിച്ച് ബ്രിട്ടനിലെ തൊഴിലാളികൾക്ക് സന്തോഷവും ഉത്കണ്ഠയും കുറവാണ്. ജോലിസ്ഥല ക്ഷേമത്തിൽ UK ആഗോള ശരാശരിയിൽ താഴെയാണ്. ഇത് ഉൽപ്പാദനക്ഷമതയെ ബാധിക്കുന്നു. സന്തുഷ്ടരായ ജീവനക്കാർ കൂടുതൽ ഉൽപ്പാദനക്ഷമതയുള്ളവരാണെന്ന് പറഞ്ഞുകൊണ്ട് UKയിലെ ഉൽപ്പാദനക്ഷമത പ്രതിസന്ധിക്ക് കാരണം കുറഞ്ഞ തൊഴിൽ സംതൃപ്തിയാണെന്ന് വർക്കൽ സ്ഥാപകൻ ലോർഡ് പ്രൈസ് പറഞ്ഞു. 2019 2024 ഇടയിൽ UK ഉൽപ്പാദനക്ഷമത 0.5% കുറഞ്ഞു. അതേസമയം US 9.1% വളർന്നു. പാൻഡമിക്കിന് ശേഷം പൊതുമേഖല ഉൽപ്പാദനക്ഷമത 4.2% കുറഞ്ഞത്. പക്ഷേ 2024 ആദ്യപാദത്തിൽ 2.7% വർദ്ധിച്ചിരുന്നു. അടുത്ത ബജറ്റിൽ ഇത് പരിഹരിക്കാൻ ചാൻസലർ റേച്ചൽ റീവ്സ് ലക്ഷ്യമിടുന്നു. 10Bയിൽ ഇ-സ്കൂട്ടർ ദുരുപയോഗത്തിനെതിരെ പോലീസ് നടപടി ആരംഭിച്ചു. 10Bയിലെ ഇ-സ്കൂട്ടർ ദുരുപയോഗവും സാമൂഹിക വിരുദ്ധ പെരുമാറ്റവും സംബന്ധിച്ച് പൊതുജന പരാതികളുടെ അടിസ്ഥാനത്തിൽ ഡൈഫഡ് പവീസ് പോലീസ് നടപടിയെടുക്കുന്നു. സെയിൻസ്ബറിയിലെ ബഹുനില കാർ പാർക്കിന് സമീപം ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകുകയായിരുന്നു PC 823 ഗ്രേ, PCSO 8078, ഫ്ലാനഗൻ എന്നീ ഓഫീസർമാർ. 1988 റോഡ് ട്രാഫിക് ആക്ട് പ്രകാരം ഈ സ്കൂട്ടറുകളെ മോട്ടോർ വാഹനങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. ഇതിന് ലൈസൻസും ഇൻഷുറൻസും ആവശ്യമാണ്. കൂടാതെ പൊതു റോഡുകളിലും ഫുട്പാത്തുകളിലും സൈക്കിൾ പാതകളിലും ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധവുമാണ്. സ്വകാര്യ ഭൂമിയിൽ ഉടമയുടെ അനുമതിയോടെ മാത്രമേ ഇത് ഉപയോഗിക്കാൻ കഴിയൂ. നിയമലംഘനങ്ങൾക്ക് 300 പൗണ്ട് പിഴ, 6 പെനാൽറ്റി പോയിന്റുകൾ അല്ലെങ്കിൽ സ്കൂട്ടർ കണ്ടുകെട്ടൽ എന്നിവ ലഭിക്കാം. പുതിയ ഡ്രൈവർമാരുടെ ലൈസൻസ് റദ്ദാക്കാനും സാധ്യതയുണ്ട്. NHSലെ തൊഴിലൊഴിവുകൾ നികത്താൻ പുതിയ നഴ്സിംഗ് കോഴ്സ്. റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് പറയുന്നതനുസരിച്ച് NHS ഇംഗ്ലണ്ട് ധനസഹായത്തോടെ നടപ്പിലാക്കുന്ന ഷെഫീൽഡ് ഹാലം യൂണിവേഴ്സിറ്റിയുടെ പുതിയ മോഡ്യൂൾ 23% ഒഴിവുള്ള ജനറൽ പ്രാക്ടീസ് നഴ്സിംഗ് റോളുകളിലേക്ക് വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നു. വർക്കിംഗ് നഴ്സ് എഡ്യൂക്കേറ്റർമാർ പഠിപ്പിക്കുന്ന ഈ കോഴ്സ് പൊതു പ്രാക്ടീസിന് വർഷങ്ങളുടെ പരിചയം ആവശ്യമാണെന്ന് തെറ്റിദ്ധാരണ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. പ്രായാധിക്യം, മോശം ശമ്പളം, കുറഞ്ഞ മനോവീര്യം എന്നിവയാണ് ഒഴിവുകളുള്ള കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കുന്നത്. 33 വയസ്സുള്ള വിദ്യാർത്ഥിനിയായ അയോണ സ്മിത്ത് തൻ്റെ GP പ്ലേസ്മെൻറ്റിൽ ആത്മവിശ്വാസം നേടിയിട്ടുണ്ട്. NHS ഇംഗ്ലണ്ട് ഇത്തരം പ്രോഗ്രാമുകളെ പിന്തുണയ്ക്കുന്നു. ഷെഫീൽഡിലും ഡോൺകാസ്റ്ററിലും കോഴ്സ് ലഭ്യമാണ്. നല്ലൊരു വീക്കെൻഡ് ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും Q മലയാള UK ന്യൂസിൽ നിന്നുള്ള ഏറ്റവും പുതിയ വാർത്തകൾക്കായി കാത്തിരിക്കുക. നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതിന് എന്നിവയിലൂടെ Q മലയാള UK ന്യൂസിനെ ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.